ബ്രോ എനിക്കൊരു ചായ വേണം. എങ്ങനെ പറയാ? ആ കറക്റ്റാ. എന്തിനു സംശയിക്കുന്നത്? കറക്റ്റാണേ, പറഞ്ഞോ. എന്താ? ബ്രോ ഐ വാണ്ട് എ ടീ. വെരി ഗുഡ്. ബ്രോ ഐ വാണ്ട് എ ടീ. അപ്പൊ നമുക്ക് ബ്രോ വന്നിട്ട് എന്ത് തരും? ചായക്കടയിലെ ചേട്ടൻ വന്നിട്ട് ചായ തരും, നമ്മൾ വാങ്ങി കുടിക്കും. കറക്റ്റ്. ഇനിയിപ്പോൾ എനിക്ക് ഓഫീസിൽ പോയിട്ട് എനിക്ക് അവിടെ സാറിൻ്റെ അടുത്ത് പറയണം, സാർ എനിക്കൊരു ലീവ് വേണം. എനിക്കൊരു ലീവ് വേണം. ഞാൻ സാറിൻ്റെ അടുത്ത് പോവാണ്. എങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നണേ? നമ്മൾ പറയാണ്, സർ ഐ വാണ്ട് എ ലീവ്. നാളെ എനിക്കൊരു ലീവ് വേണം. സർ ഐ വാണ്ട് എ ലീവ് ടുമോറോ. സർ ഐ വാണ്ട് എ ലീവ് ടുമോറോ. അതിന് വല്ല പശകവും ഉണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒഫീഷ്യൽ കാര്യം വരുന്ന സമയത്ത്, കുറച്ച് ഗൗരവപരമായിട്ട് നേരിടേണ്ട വിഷയം വരുന്ന സമയത്ത്, കുറച്ച് പൊലൈറ്റ്നെസ് ഒക്കെ കാണിക്കേണ്ട സമയത്ത്, ഒരു സ്ട്രേഞ്ചറോട് സംസാരിക്കുന്ന സമയത്ത് ഈ വാണ്ടിനെ ശരിക്കും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിൽ പലരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും, അതെന്താ ഇപ്പോൾ യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്ത് ആ വിനയവും ആ ഒരു എന്താ പറയുക, ആ ഒരു പൊളൈറ്റ്നെസ് ഒക്കെ ഇല്ലേ? പിന്നെ എന്താ ഇപ്പോൾ വാണ്ട് യൂസ് ചെയ്താൽ? നമുക്ക് പറയാനുള്ള കാര്യം നമുക്ക് അങ്ങനെ പറയാലോ. പിന്നെ ആ വാണ്ട് മാറ്റി ഞാൻ എന്തിനാ എൻ്റെ ഇംഗ്ലീഷൊക്കെ മാറ്റാൻ നിൽക്കുന്നത്? അവർക്ക് കാര്യം മനസ്സിലായാൽ പോരെ എന്നൊക്കെ കരുതും. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഇവിടെ കാണുന്ന എക്സ്പ്രഷൻ അല്ല ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ എങ്ങനെയുള്ള വേർഡ്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. നമ്മുടെ ചോയ്സ് ഓഫ് വേർഡ്സിനാണ് പ്രാധാന്യം. അപ്പോൾ അവിടെ വാണ്ട് മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രയോഗമാണ് വുഡ് ലൈക്ക് ടു. എന്താണ്? വുഡ് ലൈക്ക് ടു. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞേ, വുഡ് ലൈക്ക് ടു. ഇപ്പോൾ വാണ്ട്, വുഡ് ലൈക്ക് ടു ഓക്കെയാണ്. വാണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫോർമലായി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, നമുക്ക് അറിയുന്ന ആളുകളുടെ അടുത്തൊക്കെ നമുക്ക് വാണ്ട് പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ എന്താ പറയുക, കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, നമുക്ക് അങ്ങനെയുള്ളൊരു ചുറ്റുപാടും സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വാണ്ട് യൂസ് ചെയ്യരുത്. ശരിക്കും അതൊരു ഓർഡർ കൊടുക്കുന്ന പോലെയാവും. ഇപ്പോൾ കേൾക്കുന്ന ആളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു മെയിലാണ് അയക്കുന്നതെങ്കിലും ഈ വാണ്ട് അവിടെ വരുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുക എന്താ അറിയോ, എന്തൊരു ഓർഡർ കൊടുക്കുന്ന മാതിരി, എനിക്കത് വേണം, അതന്നേ പറ്റൂ, എന്താ തരാത്തെ, ആ ഒരു ടോൺ അവിടെ വന്നേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രയോഗം എന്താണ്? വുഡ് ലൈക്ക് ടു. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞേ, യെസ് വുഡ് ലൈക്ക് ടു. ഒന്നുകൂടെ, വുഡ് ലൈക്ക് ടു. അപ്പോൾ ഈ വുഡ് ലൈക്ക് ടു വരുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു മീനിങ് എങ്ങനെയാ അറിയോ വരിക? എനിക്കൊരു ലീവ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എ ലീവ്. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എ ലീവ്. എന്താണ്? ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എ ലീവ്. അതായത് എനിക്കൊരു ലീവ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. മറ്റേത് എങ്ങനെയാവും? ഐ വാണ്ട് എ ലീവ്, എനിക്കൊരു ലീവ് വേണം. അപ്പം ഐ വാണ്ട് എ ലീവ് സർ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അങ്ങനെ വരുള്ളൂ. അപ്പോൾ വാണ്ട് പറയാതെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വുഡ് ലൈക്ക് ടു യൂസ് ചെയ്യണം. മീറ്റിങ്ങിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടാവും, ഷെയർ ചെയ്യാനുണ്ടാവും അല്ലേ? അപ്പം നമുക്ക് ഐ വാണ്ട് ടു സേ സംതിങ് അബൌട്ട് ദിസ്, ഐ വാണ്ട് ടു സേ സംതിങ് അബൌട്ട് ദിസ് എന്ന് പറയാതെ നമുക്ക് എങ്ങനെ പറയാം? ദിസ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ തോട്ട്സ് ഓൺ ദിസ്. അതായത് ഈ വിഷയത്തിൽ എൻ്റെ കുറച്ച് ആശയങ്ങൾ എനിക്ക് ഷെയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. മനസ്സിലായില്ലേ വാണ്ടിൻ്റെയും ഈ വുഡ് ലൈക്ക് ടുവിൻ്റെയും ഒരു ഡിഫറൻസ്? ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനോ മറ്റോ ഒക്കെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ കാര്യമൊക്കെ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ശരിക്കും ഇങ്ങനെ പറയരുത്, ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ മൈ പ്രോജക്റ്റ് എന്ന് പറയരുത്. അതിന് പകരം നമുക്ക് എങ്ങനെ പറയാം? ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ മൈ പ്രോജക്റ്റ്. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ മൈ പ്രോജക്റ്റ്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ പറഞ്ഞേ, യെസ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ മൈ പ്രോജക്റ്റ്. എനിക്ക് ഈ കമ്പനിയിൽ ജോലി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. എങ്ങനെയാ പറയാം? ഐ വുഡ് ലൈക്ക് ടു വർക്ക് ഇൻ ദിസ് കമ്പനി. ഐ വുഡ് ലൈക്ക് ടു വർക്ക് ഇൻ ദിസ് കമ്പനി. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞേ, യെസ് ഐ വുഡ് ലൈക്ക് ടു വർക്ക് ഇൻ ദിസ് കമ്പനി. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതായത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതൊരു ഫോർമലായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? യെസ് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു സംതിങ്. I would like to ask you something. Okay, I would like to ask you something. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടോ മറ്റോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എടാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട് എന്നല്ലേ നമുക്ക് പറയാം. ഐ വാണ്ട് ടു ആസ്ക് യു സംതിങ് എന്ന് പറയാം. ഐ വാണ്ട് ടു ആസ്ക് യു സംതിങ്. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ മാറുമ്പോൾ വാണ്ട് മാറിയിട്ട് എന്തായി? വുഡ് ലൈക്ക് ടു ആയി. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് ആഡ് ചെയ്യുക. ആരാണോ പറയുന്നത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരെ വെക്കുക. ഇപ്പോൾ ഞാനാണെങ്കിൽ ഐ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വുഡ് ലൈക്ക് ടു വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ്, ക്രിയയുടെ ആദ്യത്തെ രൂപം, ബേസ് ഫോം. അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. എനിക്ക് നിങ്ങളെ എൻ്റെ കുടുംബത്തിന് പരിചയപ്പെടുത്തി കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്, അതിലൊരു താല്പര്യമുണ്ട് എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? യെസ് ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് യു ടു മൈ ഫാമിലി. I would like to introduce you to my family. എന്നിട്ടിപ്പോൾ പറഞ്ഞേ, യെസ് ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് യു ടു മൈ ഫാമിലി. എനിക്ക് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ ദിസ് മാറ്റർ. ഐ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ ദിസ് മാറ്റർ. സർ അവൻ്റെ തെറ്റ് തിരുത്തിയാൽ കൊള്ളാമെന്നുണ്ട്.
അവനവൻ്റെ തെറ്റ് തിരുത്തിയാൽ കൊള്ളാമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. എങ്ങനെ പറയാ? സർ ഹി വുഡ് ലൈക്ക് ടു കറക്റ്റ് ഹിസ് മിസ്റ്റേക്ക്. സർ ഹി വുഡ് ലൈക്ക് ടു കറക്റ്റ് ഹിസ് മിസ്റ്റേക്ക്. ഒന്നുകൂടെ പറഞ്ഞേ, ഹി വുഡ് ലൈക്ക് ടു കറക്റ്റ് ഹിസ് മിസ്റ്റേക്ക്. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ, വുഡ് ലൈക്ക് ടു അതുപോലെ തന്നെ വാണ്ടിൻ്റെയും. അപ്പോൾ വുഡ് ലൈക്ക് ടു ഫ്രെയിം ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. സെൻറ്റൻസ് ആദ്യം നമ്മൾ സബ്ജക്റ്റിനെ എടുക്കുന്നു, പിന്നെ വുഡ് ലൈക്ക് ടു ചേർക്കുന്നു. എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ക്രിയ അതിൻ്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, സിമ്പിളാണ് ഓർത്ത് വയ്ക്കാൻ. മനസ്സിലായല്ലോ? അപ്പോൾ സർ ഞാൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ജോലിക്ക് അപ്ലൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നെങ്ങനെ പറയും? അതുപോലെ തന്നെ നിങ്ങൾക്കും സെൻറ്റൻസ് ഉണ്ടാക്കുക കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ അത് ഒരു പ്രാക്ടീസ് സെഷൻ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ സെൻറ്റൻസുകളും ഒക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ.